പലപ്പോഴും കവിതയെയും സാഹിത്യത്തെയൊക്കെ ഉപേക്ഷിച്ച് തീർത്തും വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായൊരു മേഖലയിൽ നിന്ന് എത്തിയൊരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. കൂടംകുളത്തെപ്പറ്റി ഞാനിവിടെ വളരെ വിശദമായിട്ടൊന്നും സംസാരിക്കേണ്ട എന്നെനിക്കറിയാം. അവിടെ ഒരുപാട് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ആണവവിരുദ്ധ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന, വളരെ സജീവമായി പങ്കെടുക്കുന്ന അനിത തയ്യാറാക്കിയ പുസ്തകമാണിത്. പുസ്തകത്തിന് ഒരു പേരേ ഉള്ളൂ, നോ എന്നാണ് പുസ്തകത്തിന്റെ പേര്. പിന്നെ അതിൻ്റെ ഒരു സബ് ടൈറ്റിലായിട്ട് വേണമെങ്കിൽ നമുക്ക് എക്കോസ് കൂടംകുളം എന്ന് വായിക്കാം. ഇപ്പൊ കൂടംകുളത്തിൽ നിന്ന് കേൾക്കുന്ന കുറെ പ്രതിധ്വനികളാണ് ഈ പുസ്തകം. അവിടുത്തെ മനുഷ്യരുടെ അനുഭവങ്ങൾ, പ്രതികരണങ്ങൾ, ഇവയൊക്കെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയൊരു പുസ്തകം. അതുകൊണ്ട് ഇന്ന് സാധാരണ മറ്റുള്ള ഒരു പഠനമാണ്. ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ, ഇതൊക്കെ ചേർത്ത് വെക്കുക. അതോടൊപ്പം നിരവധി ചിത്രങ്ങൾ, പലതരത്തിലുള്ള കമന്റുകൾ. ഉദാഹരണത്തിന് VR കൃഷ്ണയ്യർ ജയലളിതയ്ക്ക് എഴുതിയ കത്ത്, പിന്നെ വളരെ പ്രസിദ്ധയായ ബംഗാളി എഴുത്തുകാരി മഹാശ്വേത ദേവി സോണിയാഗാന്ധിക്ക് എഴുതിയ കത്ത്, ഇങ്ങനെ പലതരം സംഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. പുസ്തകത്തിന് ആമുഖമായിട്ട് ഈ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന കോർഡിനേറ്റർ SP ഉദയകുമാറിൻ്റെ ഒരു ലേഖനമുണ്ട്. ലളിത രാമദാസ് എഴുതിയ ഒരു ആമുഖമുണ്ട്. പിന്നെ അവിടെയുള്ള നിരവധി സ്ത്രീകൾ, ആ പ്രദേശത്തുള്ള നിരവധി സ്ത്രീകളുടെ ഓർമ്മക്കുറിപ്പുകൾ, അനുഭവക്കുറിപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. വളരെ വളരെ ഗംഭീരമായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമാണ്. അസാധ്യം പ്രിന്റിംഗ് ആണ്, ഉഗ്രൻ ഡിസൈനാണ്, ഇതൊക്കെയാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മഹേശ്വേത ദേവിയുടെ കത്ത്, അത് ഏതാണ്ടൊരു ഫോട്ടോകോപ്പി പോലെ അടിച്ചു വെച്ചിരിക്കുന്നു. അവരുടെ സ്വന്തം ലെറ്റർ പാഡിൽ അവരുടെ കൈയെഴുത്താണ്, ടൈപ്പ് ചെയ്തതല്ല. An open letter to Sonia Gandhi. Dear Sonia Gandhi, I am writing from Calcutta. It's autumn and Durga Puja time is coming. My Puja greetings to you and your children. എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സോണിയാഗാന്ധിക്കും മക്കൾക്കും ദുർഗാ പൂജ ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ കത്ത് തുടങ്ങുന്നത്. A group of women from Kudangulam have written a letter to me, which I am forwarding to you. അപ്പോൾ കൂടംകുളത്തുള്ള ഒരു കൂട്ടം സ്ത്രീകൾ മഹേശ്വേത ദേവിക്ക് എഴുതിയ ഒരു എഴുത്ത്, അത് അവർ സോണിയാഗാന്ധിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. The content of this letter is of utmost public interest and quite alarming too. Why do you not visit Kudangulam and listen to the people yourself? അതാണ് അതിൻ്റെ പ്രധാന ചോദ്യം, പ്രധാന പോയിന്റാണ്. നിങ്ങൾ എന്തുകൊണ്ട് കൂടംകുളം സന്ദർശിക്കുന്നു? അവിടുത്തെ ജനങ്ങൾ കാണുന്നു, അവരുടെ അനുഭവങ്ങളിൽ നേരിട്ട് ചോദിച്ചറിയുന്നില്ല. ഇതാണ് ഇതിലുള്ള പ്രധാന പ്രശ്നം. Even at this age, running 87, മഹേശ്വേത ദേവി എഴുതുമ്പോൾ 87 വയസ്സ്, I feel the urge to go there. I wish somebody takes me there. Throughout my life, I repeat it again and again. I learned more from the people than from any book. ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളിൽ നിന്നാണ്, അല്ലാതെ പുസ്തകത്തിൽ നിന്നാണ്. Sonia, kindly read this letter which I am forwarding and please interview with the compassion of a mother. Tagore had once written, we shall treat our fellow human beings with compassion. ഇത്രയാണ്. With the best, മഹേശ്വേത ദേവി. ഇത് 2012 എഴുതുന്ന കത്താണ്. ഇപ്പോഴും സോണിയാഗാന്ധി അവിടെ പോയിട്ടില്ല.
പോവുകയില്ല, നമുക്കറിയാം. ഇതിന്റെ പിറകിലുള്ളൊരു കാര്യം നേരത്തെ ഇവിടെ ബിജുലാർക്ക് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, ഇതുപോലുള്ള എല്ലാ പദ്ധതികളും ഇന്ത്യയിലായാലും വിദേശ രാജ്യങ്ങളിലായാലും എപ്പോഴും സംഭവിക്കുന്നത് ആദിമ സമൂഹങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ, ആദിവാസികളുടെ പ്രദേശങ്ങൾ, ആദിവാസികളുടെയും ഏറ്റവും ദരിദ്രരായ എന്നാൽ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യരുടെ ആവാസ സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നടന്നിട്ടുള്ളത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് വെറുതെ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇതെവിടെയായാലും ഇപ്പോൾ ജാദുകൂടയിലെ ഈ യുറേനിയം മൈനിങ് അവിടെയൊക്കെ വളരെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടാണ്. മനുഷ്യരോട് പറയാതെ, എന്താണ് കാര്യമെന്ന് പോലും പറയാതെ അടിച്ചോടിച്ച് അവിടെ ഈ മൈനിങ് തുടങ്ങി. അതിൻ്റെ ഈ ടൈൽ പോൺസിലൊക്കെ ഈ കുട്ടികൾ, ഈ ആദിവാസി കുട്ടികൾ കയറി ഇറങ്ങി കളിക്കുന്നൊരവസ്ഥയാണ്. അത്രയും അപകടം പിടിച്ച ഒരു അവസ്ഥയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് തന്നെയാണ് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരം കുറെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം ഞാൻ എൻ്റെ സുഹൃത്ത് ജോസഫിന് ഒരു കോപ്പി നൽകിക്കൊണ്ട് പ്രകാശിപ്പിക്കുന്നു.